ഞാൻ നോക്കുമ്പോ ബായി വരി ഞെട്ടി നിൽക്കും. നമ്മുടെ ആറാട്ടുപുഴ പൂരം കണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ആറാട്ടുപുഴയിലെ കുറച്ച് വിശേഷം കാണിച്ചു. നേരെ ചെന്ന് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയി. ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം കഴിഞ്ഞ പിന്നെ അടക്കുന്ന ഭഗവതിയുടെ പൂരം. പിന്നെ നമ്മുടെ ആൾക്കാർ അവിടെ പുറത്തിറങ്ങിയപ്പോ ശരത്താട്ടം ക്യാമറ എടുക്കാണ്ട് വന്നു. പൂരത്തിന് ക്യാമറ എടുത്ത് വന്നില്ല. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും എന്താ താളം പിടിച്ചോണ്ടിരിക്കും. അവിടുന്ന് തിരിപ്പോ ഇവിടെയും താളം പിടിച്ചോണ്ട് ശരത്താട്ടന്റെ മെയിൻ ആവുമ്പോൾ നമ്മുടെ പകുതിക്കുള്ള കോല റെഡി ആക്കണ്ട്. ഇപ്പോഴാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നത്. പ്രതീക്ഷിക്കാത്തത് അക്ഷയ് ചേട്ടനും കണ്ടു. നിങ്ങളൊരു തൃശൂക്കാരനാണോ ഈ കൂളിയൊക്കെ നിങ്ങൾ കണ്ടു ഒന്നുപോലും ഇവിടെ ആണ്ടാത്തോണ്ട് കാണും. പിന്നെ നമുക്ക് ഊണ് കഴിക്കാനുള്ള ടോക്കൺ കിട്ടി. നന്നായി വിശന്നിരിക്കുന്ന സമയത്താണ് സാധനം കിട്ടി. അപ്പൊ തന്നെ പോയി സാധനം കഴിച്ചു. ഇതാണ് എന്റെ മൂന്നാരാധകർ. ഈ മൂന്നിലൊന്നും എന്റെ അമ്മയാട്ടോ. ആ തിരിപ്പിന് ശേഷം ഞാൻ കാലുകുത്തി. ഇനി നമ്മുടെ ഭഗവതിയുടെ പൂജ ചേട്ടമ്പ് കോലത്തുമ്പോ കെട്ടി വെക്കുന്ന കാഴ്ചയാണ്. എടക്കുന്നി ഭഗവതിക്ക് ഇവിടെ 5 ആനക്കാണ് പൂജ. ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് നേരെ മോളിക്ക് പോയി. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. 3 പേര് ഇവിടെ ഇന്ന് ഭയങ്കര തള്ളലാണ്. ഞാൻ അടിയിലിറങ്ങി. ഈ മേശാട്ടം തകർക്കാനുള്ള പരിപാടിയാ. അങ്ങനെ മേളത്തിന്റെ അടുത്തേക്ക് ചെല്ലണ നേരത്താണ് 2 പേര് ആകർഷിച്ചൊരു വിളിയിലാണ് ഞാൻ വീണ് പോയത്. അപ്പൊ അതിനൊക്കെ മുകളിൽ എത്തിക്കാണ്. ഉറക്കം വന്ന് ഞാൻ അടിക്ക് വീഴാവോ. ഇത്ര വലിയ മേളം നടക്കുമ്പോ ഇങ്ങനെ ഉറങ്ങാം. ഇതുപോലെ അടിച്ചു പൊളിക്കല വേണ്ട. പക്ഷെ ഉറങ്ങാൻ പറ്റൂട്ടോ. ഞാനൊരു 10 മിനിറ്റ് ഉറങ്ങി. വയ്യാത്തോണ്ടാ അവിടുന്ന് അപരിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പിന്നീന്നൊരു ആക്രമണം. ജസ്റ്റ് മിസ് അല്ലെങ്കിൽ പടയാൻ കുറച്ചു നേരം ബായിനെ സഹായിച്ചു. ഇയാള് പൈസ ഒന്നും ഇല്ലെന്നോണ്ടാണ് അവിടുന്ന് പോകും. എവിടെയോ നല്ല കണ്ടുപോയി ചെള്ളത്താല. പിന്നല്ലേ മനസ്സിലായത് നമ്മുടെ വിഷ്ണു ആക്കിനെ കാണിക്കണില്ല. കളിയിലാട്ടോ. കഥനെ പൊട്ടിപ്പോഴാണ് അറിഞ്ഞത് തേവര് വന്നു. കുറച്ചു നേരം തേവര കണ്ടു. കാര്യം വീഡിയോക്ക് വേണ്ടി വേറെ പലരുടെയും വീഡിയോ എടുത്തെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്കുള്ള ഈ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമില്ല. ഒരു തിരിച്ചറിവും കൂടെ ഇല്ല. ഇതൊക്കെയാണ് പൂരം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ബൈ ബൈ.